കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ കല്ലുപോലെ ഇരിക്കാറുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. വെറും 10 മിനിറ്റിൽ പഞ്ഞി പോലെ മൃദുലമായ കൊഴുക്കട്ട എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നല്ല സോഫ്റ്റായ ഒരു കൊഴുക്കട്ട എങ്ങനെ തയ്യാറാക്കാമെന്ന് എന്നാണ്. ആദ്യം കുറച്ച് വെള്ളം എടുത്ത് അടുപ്പിൽ വെച്ച് അത് നന്നായി തിളച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പിടുക. എന്നിട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. നന്നായിട്ട് അതിന് തിളപ്പിക്കുക. അതിനുശേഷം കുറച്ച് അരിപ്പൊടി എടുത്ത് ഈ വെള്ളം തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. കൊഴുക്കട്ട നല്ല സോഫ്റ്റായിരിക്കും. ഞാൻ ഇവിടെ ഇതിലൊരു കാര്യം ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾ വീഡിയോ ഫുള്ളായി കണ്ടാലേ മനസ്സിലാവുള്ളൂ. സോഫ്റ്റായിരിക്കാനായിട്ട് ഞാൻ നെയ്യാണ് ചേർക്കുന്നത്. അപ്പം കൂടുതൽ നല്ല സോഫ്റ്റായിരിക്കും കൊഴുക്കട്ട കഴിക്കുമ്പോഴത്തേക്ക്. 1.5 സ്പൂൺ നെയ്യ് ഇവിടെ ഞാൻ ചേർത്ത് വീണ്ടും നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കൊഴുക്കട്ടയ്ക്ക് വേണ്ടുന്ന ഫില്ലിങ്സ് തയ്യാറാക്കാം. ഒരു മുറി തേങ്ങ തിരുവി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ശർക്കര എടുത്ത് ഗ്രേറ്ററിലിട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം 1 സ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ഇതിലേക്ക് ചേർക്കുക. ഏലക്ക ചേർത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്കും 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് അതും നന്നായിട്ട് ഇളക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വൈകുന്നേരം ഒരു സ്നാക്സായിട്ട് ഇത് കൊടുക്കാം. കൊഴുക്കട്ട നല്ല ടേസ്റ്റായിരിക്കും. ഇവിടെ ഒരു അവിച്ച പഴവും കൂടെ ഞാൻ ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. അതും ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്കിട്ട് അതും കൂടെ ഫില്ലിങ്ങിന് ഇതും കൂടെ ചേർക്കുന്നു. ചില കുട്ടികളൊക്കെ പഴം അവിച്ചത് കഴിക്കാൻ മടി കാണിക്കും. അവർക്കൊക്കെ ഇത് നല്ലൊരു കാര്യമാണ്. അവർക്ക് ഇതും കൂടെ അതിൽ കൂടെ ഉൾപ്പെടുത്തി കൊടുത്താൽ അവർ അതും കൂടെ അങ്ങ് കഴിക്കും. പഴവും കൂടെ കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് എല്ലാം കൂടെ ചേർത്ത് ഇളക്കുക. ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഓരോ ഉരുളകളാക്കി ഉരുട്ടി ആ തട്ടത്തിലേക്ക് വയ്ക്കുക. എല്ലാ മാവും ഇതുപോലെ ഉരുട്ടി വെച്ചതിന് ശേഷം നടുക്ക് വിരലിട്ട് ഒരു കുഴി ഉണ്ടാക്കി അതിനകത്താണ് ഈ ഫില്ലിങ്സ് നിറച്ച് വയ്ക്കുന്നത്. എന്നിട്ട് അത് വീണ്ടും അത് ഉരുട്ടി പാത്രത്തിലേക്ക് വയ്ക്കുക. എല്ലാത്തിലും ഫില്ലിങ്സ് ഇതുപോലെ നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം തയ്യാറാക്കിയതിന് ശേഷം ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം എടുത്ത് മുകളിലത്തെ തട്ടിലാണ് ഞാൻ എല്ലാ കൊഴുക്കട്ടയും ആവി കയറ്റാനായിട്ട് വയ്ക്കുന്നത്. അടച്ചു വെച്ച് ആവി കയറ്റുക. ഇവിടെ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.